പിന്നെ അതുപോലെ പരിപാടിക്ക് ഒക്കെ പോയി കഴിയുമ്പോൾ കുട്ടികൾ പരിപാടിക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് വരുമ്പോൾ അവർക്ക് ഭയങ്കര ടയേർഡായിരിക്കും. ഒന്ന് കളിച്ചിട്ട് ടയേർഡ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം വരും. അപ്പോൾ അതിന് ഉപ്പിട്ട് കൈ കഴുകുക, ഉപ്പിട്ട് കുളിക്കുക, ഉപ്പ് വെള്ളം അതായത് കുളിച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കുളിക്കുക. ഇതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഓറ കൂടാനും ഉപ്പും മഞ്ഞപ്പൊടിയും പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുളിച്ചാലും നല്ലതാണ്. ഓറയ്ക്ക് ശക്തി വരും, നല്ലതായിരിക്കും, തെളിച്ചം വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബ്ലാക്ക് മാജിക്കിൽ നിന്നെന്ന് പറയും, ചെയ്തു ദോഷമുണ്ടെന്ന് പറയും, ഇന്നാളിന്ന് ചെയ്തിട്ടാന്ന് പറയും. ഇതിനൊക്കെ പരിഹാരങ്ങൾ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റും. ഏത് രീതിയിലാണ് ആ ദുരിതം വന്നിരിക്കുന്നത്, ആരിൽ നിന്നാണ് ദുരിതം വന്നത് ആരെന്ന് പറയില്ല, നമ്മൾ ജ്യോതിഷന്മാർ പറയാൻ പാടില്ല. ആരിൽ നിന്നാണ് വരുന്നത്, എവിടെ നിന്നാണ് വന്നത് മനസ്സിലാക്കിയിട്ട് അത് ഏത് രൂപത്തിലാണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അതിന് കൃത്യമായ പ്രതിവിധികൾ ചെയ്തു കൊടുക്കാം. ചെറിയ ചെറിയ പ്രതിവിധി എന്ന് പറയുമ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തോറും നെയ്വിളക്ക്, രക്തപുഷ്പാഞ്ജലി, ചെമ്പരത്തിമാല, ഇതൊരു 11 ആഴ്ച കഴിയുമ്പോഴേക്കും ഇവരുടെ ബുദ്ധിമുട്ടൊക്കെ മാറും, ഇവരുടെ ബിസിനസ് ഉയരും, എല്ലാം നന്നാവും. കുട്ടികൾക്ക് പറഞ്ഞാൽ കേൾക്കാൻ അനുസരണക്കുറവുണ്ടെങ്കിൽ ചൊവ്വാഴ്ച തോറും സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു 26 36 ചൊവ്വാഴ്ച കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാറ്റം വരും, വ്യത്യാസം വരും. അതേപോലെ ശനിദോഷങ്ങളൊക്കെ ആണെങ്കിൽ ശനിയാഴ്ച തോറും മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശംഖാഭിഷേകം, അഘോരമന്ത്ര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂവളത്തിൽ അർച്ചന ഇതൊക്കെ ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരും. ഇതൊന്നും ചെയ്തിട്ട് മാറ്റം വന്നില്ലെങ്കിൽ അപ്പം മനസ്സിലാക്കാതെ നമുക്ക് കഠിനമായ എന്തോ ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ച പരിഹാരങ്ങൾ കൃത്യമായ അറിവുള്ള ആളെ കൊണ്ട് ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടായിരിക്കും.